10 ഡൗൺ എക്സ്പ്രസ്. നാടകരചന ചെറുന്നിയൂർ ജയപ്രസാദ്. അഭിനയിക്കുന്നവർ സർവശ്രീ എം കെ വാര്യർ, ലെനിൻ ഓച്ചംതുരുത്ത്, കെ എൻ നാരായണൻകുട്ടി, പ്രൊഫസർ എം എസ് കോമളൻ, പറവൂർ രാമചന്ദ്രൻ, ശ്രീമൂലനഗരം പൊന്നൻ, വി കെ രമേശൻ, എസ് റിജിനാഥ്, എൻ കെ സെബാസ്റ്റ്യൻ, ശ്രീമതി ബി പ്രഭാവതി, എൻ എസ് ഉഷാറാണി, തെന്നൽ. डाउन एक्सप्रेस. कृपा करो दीन के दाते, मेरा गुण अवगुण न विचारो कोई. ഈ സമയത്ത് ഇതേത് ട്രെയിനാണാവോ? തൻവീർ, മോളെ തൻവീർ. ആ, എന്താണ് അപ്പൂപ്പ? സമയം എന്തായി മോളെ? സമയമോ? 7:30 മണിയായി. 7:30? ഈ സമയത്ത് ഇതേത് വണ്ടിയാ? ഭട്ടിൻഡ എക്സ്പ്രസ് അറൈവലായി കഴിഞ്ഞതാണല്ലോ. ഇനിയിപ്പോ ഡൽഹി വണ്ടി വൈകി വന്നതാണോ എന്തോ? പറഞ്ഞിട്ടെന്താ കാര്യം? പഴയ കാലമല്ലല്ലോ. എത്ര വണ്ടികളാണിപ്പോ, തലങ്ങും വിലങ്ങും വണ്ടികൾ. ഏതെങ്കിലും വണ്ടി കൃത്യസമയത്ത് എത്തിച്ചേരാറുണ്ടോ? മനുഷ്യർക്കില്ലാത്ത കൃത്യനിഷ്ഠ എന്തിനാ വണ്ടികൾക്ക്? ഓ, അപ്പൂപ്പ രാവിലെ തന്നെ തുടങ്ങിയോ കൂട്ടലും കിഴിക്കലും ഒക്കെ? ഇപ്പോഴും സ്റ്റേഷൻ മാസ്റ്റർ ആണെന്നാണോ അപ്പൂപ്പന്റെ വിചാരം? ഏത് വണ്ടി വന്നാലെന്താ, വന്നില്ലെങ്കിൽ എന്താ? നിനക്കതൊക്കെ പറയാം മോളെ തൻവീർ. നിനക്കറിയാമോ, വണ്ടികളുടെ ഈ ശബ്ദങ്ങൾ അത്രമാത്രം എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓ, അതാണല്ലോ അങ്ങ് ഗ്രാമത്തിൽ ഗോതമ്പ് വയലുകൾക്കിടയിലുള്ള വീട് ഉപേക്ഷിച്ച് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഈ വീട്ടിൽ ഇങ്ങനെ. ഇതാ അപ്പൂപ്പനുള്ള ചായ. ഓ, എന്തൊരു തണുപ്പാ! എത്ര പെട്ടെന്നാ അമൃത്സറിലെ കാലാവസ്ഥ മാറിയത് അല്ലേ അപ്പൂപ്പ? മോള് പറഞ്ഞത് ശരിയാ. ഈ അപ്പൂപ്പന്റെ മനസ്സ് പോലെ അന്തരീക്ഷവും മരവിച്ചു തുടങ്ങി. ഇതാ ഈ ചൂട് ചായ കുടിക്കൂ, എല്ലാ മരവിപ്പും അപ്പൊ തന്നെ മാറും. പിന്നെ മോളെ, ഇന്നത്തെ പത്രം വന്നോ? പത്രമൊക്കെ എപ്പോഴേ വന്നു. എന്തൊക്കെയാ വാർത്തകള്? അപ്പൂപ്പന് പറ്റിയ ഒട്ടേറെ വാർത്തകൾ. ഭാരത സ്വാതന്ത്ര്യത്തിന്റെ 50ാം പിറന്നാൾ ആഘോഷങ്ങൾ വരികയല്ലേ. ഒട്ടേറെ ലേഖനങ്ങൾ, റിപ്പോർട്ടുകൾ, അനുസ്മരണങ്ങൾ ഒക്കെ ഉണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ 50ാം പിറന്നാൾ. ഹേ ഭഗവാൻ, ഓർമ്മയിലേക്ക് 1000 മുഖങ്ങൾ കടന്നു വരികയാണല്ലോ. സ്വാതന്ത്ര്യത്തിന്റെ കാര്യം പറയുമ്പോ സന്തോഷിക്കേണ്ട ആളല്ലേ അപ്പൂപ്പൻ? അയ്യോ അപ്പൂപ്പ, അപ്പൂപ്പന്റെ കണ്ണ് നിറഞ്ഞൊഴുകയാണല്ലോ. അതെ മോളെ, സ്വാതന്ത്ര്യലബ്ധിയുടെ സന്തോഷത്തിൽ നിറഞ്ഞൊഴുകേണ്ട കണ്ണുകളാണ് എൻ്റേത്. പക്ഷേ ഇപ്പോഴപ്പൂപ്പൻ സങ്കടം കൊണ്ട് തന്നെയാ കരയണത്. എന്താണ് അപ്പൂപ്പ, എന്തു പറ്റി? മോൾക്കറിയില്ലേ, മോളുടെ അമ്മൂമ്മയെ എനിക്ക് തന്നതും പിന്നീട് തിരിച്ചെടുത്തതും ഒക്കെ ഈ സ്വാതന്ത്ര്യമാ. മതി അപ്പൂപ്പ, പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് മനസ്സ് വേദനിപ്പിക്കണ്ട. ആ, അപ്പൂപ്പൻ പത്രമൊക്കെ വായിക്കുമ്പോഴേക്കും ഞാൻ കുളിക്കാനുള്ള വെള്ളം ചൂടാക്കാം. മോളെ തൻവീർ, അപ്പൂപ്പന്റെ കണ്ണട എവിടെ വച്ചൊന്നും ഓർക്കുന്നില്ലല്ലോ. ഈ
അപ്പൂപ്പന്റെ ഓരോ കാര്യങ്ങള്. നീ ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്ന കണ്ണട കിട്ടുവോ? കിട്ടുമല്ലോ. കണ്ണട ഏതാ അപ്പൂപ്പന്റെ മൂക്കിന് മീതെ, കണ്ണിന് നേരെ ഇരിക്കണു. ഓരോ ഓർമ്മയില്ലാതായി. എങ്ങനെ ഓർമ്മയുണ്ടാവും? പ്രായം 94 ആയുള്ളൂ. സെഞ്ചുറി അടിക്കാൻ 6 വർഷം കൂടി. അതെ അപ്പൂപ്പ, അപ്പൂപ്പൻ എന്നെങ്കിലും മഹാത്മാഗാന്ധിയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ആ കാല് തൊട്ട് വന്ദിച്ചിട്ടുണ്ട്. അതൊക്കെ ഉള്ളൂ ഈ ഉള്ളവന്റെ ജന്മത്തില് ഭാഗ്യായിട്ട്. ലാൽ ബഹാദൂർ ശാസ്ത്രിയെയോ? ശാസ്ത്രിജിയെയും കണ്ടിട്ടുണ്ട്. വലിയൊരു മനുഷ്യനാ അദ്ദേഹം. അപ്പറഞ്ഞത് നുണ. ലാൽ ബഹാദൂർ ശാസ്ത്രി എങ്ങനെയാ വലിയ മനുഷ്യനാകുന്നത്? ഒരു മനുഷ്യന് 6 അടിയെങ്കിലും പൊക്കം വേണ്ടേ? അദ്ദേഹത്തിന് 5 അടി പോലും ഇല്ലായിരുന്നല്ലോ. 1 അടി എവിടെ പോയി? ആ 1 അടി നിനക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. എന്നാ പിടിച്ചോ. പിന്നെ എന്നെ ഇങ്ങോട്ട് അടിക്കാൻ വന്നാ മതി. ഇടയ്ക്കൊക്കെ ഒന്ന് കിട്ടാത്തതിന്റെ കുഴപ്പമുണ്ട് നിനക്ക്. തൻവീർ ഇല്ലേ ഇവിടെ? പുറത്താരോ വന്നിട്ടുണ്ടല്ലോ മോളെ, പോയി നോക്കി വാ. അപ്പൂപ്പൻ ഇവിടെ ഇരിക്കൂ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ആ ജഗജീവോ? എന്താ പ്രതീക്ഷിച്ചില്ലേ? സത്യം പറഞ്ഞ ഇത്രയും നേരത്തെ പ്രതീക്ഷിച്ചില്ല. അപ്പൂപ്പൻ അകത്തുണ്ട്. ആ തൻവീർ, അപ്പൂപ്പനോട് കാര്യങ്ങൾ സംസാരിച്ചോ? ഇല്ല. അതെന്താ? അത് ജഗ്ജീവ് വന്നിട്ടാകാമെന്ന് കരുതി. ആരാ മോളെ അവിടെ വന്നത്? ജഗ്ജീവ്, നമുക്ക് അകത്തേക്ക് പോകാം. തൻവീർ, അപ്പൂപ്പന്റെ നിലപാടുകൾ എങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് ചെറിയ ആശങ്കയുണ്ട്. അതൊക്കെ പിന്നെ പറയാം. ഏതായാലും നമുക്ക് അകത്തേക്ക് പോകാം. ആരാ മനസ്സിലായില്ലല്ലോ. ആ അപ്പൂപ്പ, എന്റെ കോളേജിലെ പഴയ കോളേജ് യൂണിയൻ ചെയർമാനാണ് ജഗ്ജീവ്. ഇതെന്റെ അപ്പൂപ്പൻ. ഞാൻ പറഞ്ഞിട്ടില്ലേ, റിട്ടയർഡ് സ്റ്റേഷൻ മാസ്റ്റർ. വിഭജന കാലഘട്ടത്തിൽ ഇവിടെ അമൃത്സർ സ്റ്റേഷനിലായിരുന്നു അപ്പൂപ്പൻ. നമസ്കാരം മാസ്റ്റർജി, എന്റെ പേര് ജഗ്ജീവ്. അപ്പൂപ്പനെ കാണണമെന്നും സംസാരിക്കണമെന്നും ജഗ്ജീവ് എപ്പോഴും പറയാറുണ്ട്. കയറിയിരിക്കൂ ജഗജീവ്. വേണ്ട, ഞാനിവിടെ നിന്നോളാം. എന്താ കുട്ടി, എന്തിനാ മടിക്കണത്? ഈ വീടിനാണോ അതോ ഇവിടത്തെ അന്തേവാസികൾക്കാണോ യോഗ്യതക്കുറവ്? അല്ല മാസ്റ്റർജി, ഞാൻ തന്നെയാണ് അയോഗ്യൻ. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഞാനൊരു ദളിത്. ഛേ, കഷ്ടം. ഭാരതം സ്വതന്ത്രമായിട്ട് വർഷം 50 ആകുന്നു. ജഗജീവന്റെ അറിവിൽ ഭാരതം സ്വതന്ത്രമായിട്ടില്ലെന്നാണോ? ഇത്രയൊക്കെ ആയിട്ടും ഇത്തരം ചിന്താഗതികൾ മാറ്റാത്തതെന്താണ്? മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാസ്റ്റർജി, എങ്കിലും ചിലപ്പോഴൊക്കെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാലാകാലങ്ങളിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്തതുകൊണ്ട് എന്താ കാര്യം? സ്വാതന്ത്ര്യത്തിന്റെ വാർഷികങ്ങൾ ആഘോഷിച്ചതുകൊണ്ട് എന്താ കാര്യം? സമൂഹത്തിന് മാറ്റമുണ്ടാകണമെങ്കിൽ മനുഷ്യരുടെ മനസ്സിലും മാറ്റത്തിനുള്ള ദാഹമുണ്ടാകണം. സ്വാതന്ത്ര്യ സമരകാലത്തതുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ ദാഹമുണർത്താൻ പോന്ന നേതാക്കളും. ആ അപ്പൂപ്പ, പഴയ കഥകളൊക്കെ അറിയാൻ തന്നെയാ ജഗ്ജീവ് വന്നത്. ആ മാസ്റ്റർജി, വിഭജന കാലഘട്ടത്തെക്കുറിച്ച് ഒരു തീസീസ് തയ്യാറാക്കുകയാണ് ഞാൻ. ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പലരെയും ഞാൻ കണ്ടു, പലതും കേട്ടു. ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും കറുത്ത കഥകൾ. പക്ഷെ അക്കാലത്ത് അമൃത്സർ റെയിൽവേ സ്റ്റേഷനിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുപോയ തീവണ്ടികൾക്ക് പറയാനുള്ള കഥകൾ കൂടി എനിക്കറിയണം. അന്ന് അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ ആയിരുന്ന മാസ്റ്റർജിക്ക് ഇക്കാര്യത്തിൽ എന്നെ സഹായിക്കാനാകും. ആ തീവണ്ടികളുടെ പോക്കുവരവുകൾക്ക് സാക്ഷ്യം വഹിച്ച മാസ്റ്റർജിയുടെ അനുഭവങ്ങൾ കൂടി ഉണ്ടെങ്കിലേ എൻ്റെ തിസീസ് പൂർണ്ണമാകൂ. ശരിയാ, ആ കഥകൾ കൂടി ചേർത്താലേ സ്വാതന്ത്ര്യത്തിന്റെ തീസീസ് പൂർണ്ണമാകൂ. സഹോദരങ്ങൾ പരസ്പരം കൊന്നുപടർത്തിയ സ്വാതന്ത്ര്യത്തിന്റെ രക്തപങ്കിലമായ ഭൂപടം. അതല്ലേ നമ്മുടെ രാജ്യം, അവരുടെ രാജ്യം. അപ്പൂപ്പൻ കഥകൾ പറയുന്നതൊക്കെ കൊള്ളാം, പക്ഷേ കരയരുത്. കരയാൻ ഞാൻ സമ്മതിക്കില്ല. ദുരന്തങ്ങളേറെ ഏറ്റുവാങ്ങി മരവിച്ച മനസ്സാ എന്റേത്. ഇനി കരയാൻ അപ്പൂപ്പനാവില്ല മോളെ. ശരി, നിങ്ങൾ സംസാരിച്ചിരിക്കൂ. അപ്പോഴേക്കും ഞാൻ ചായ റെഡിയാക്കാം. ജഗജീവിന് എന്താ അറിയേണ്ടത്? ആ കാലഘട്ടത്തിൻ്റെ ഭീകരമായ അവസ്ഥയെക്കുറിച്ച് എനിക്ക് ഏകദേശ ധാരണയുണ്ട്. എനിക്കറിയേണ്ടത് മാസ്റ്റർജിയുടെ വ്യക്തിപരമായ അനുഭവങ്ങളെക്കുറിച്ചാണ്. പിന്നെ ദുരന്തങ്ങളുടെ പാളത്തിലൂടെ
അമൃത്സർ സ്റ്റേഷനിലൂടെ കടന്നുപോയ തീവണ്ടികളെ കുറിച്ച്. ഓർമ്മയിൽ നിന്നും എന്നേക്കുമായി മായ്ച്ചു കളയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണവ. പക്ഷേ എന്റെ നസീബയുടെ മുഖം ഞാൻ എങ്ങനെ മായ്ച്ചു കളയും? അതുകൊണ്ട് മാത്രം ഞാനെല്ലാം ഓർത്തെടുക്കാം. ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വർഷത്തിലേക്ക് എത്തുമ്പോ ഈയുള്ളവന്റെ ജീവിതം വട്ടപൂജ്യത്തിലെത്തി നിൽക്കുന്നു. ജീവിതത്തിന്റെ പുറമ്പോക്ക് ഭൂമിയിൽ ഞാനും എന്റെ കൊച്ചുമോളും അനാഥത്വത്തിന്റെ അന്തരീക്ഷത്തിൽ. 50 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കന്ന് 43-44 പ്രായം. സ്വാതന്ത്ര്യം കിട്ടാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ സന്തോഷത്തിന്റെ കുളിർകാറ്റ് വീശിക്കൊണ്ടിരുന്നു. പക്ഷേ പറഞ്ഞല്ലോ, ഞാനന്ന് അമൃതസർ റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്റർ ആയിരുന്നു. लाहौर से आने वाली 10 डाउन एक्सप्रेस थोड़ी देर में प्लेटफॉर्म नंबर 1 पर आएगी। 10 डाउन एक्सप्रेस coming from Lahore is expected to arrive shortly on platform number 1. ലാഹോറിൽ നിന്ന് വരുന്ന സത് ശ്രീ അകാൽ ചാൻ സിംഗ്. സത് ശ്രീ അകാൽ രവി സിംഗ്. സമയത്തിനുള്ളിൽ ഒന്നാം ഡ്യൂട്ടി കഴിഞ്ഞിട്ടും പോകേണ്ട ഭാവമില്ലല്ലോ ചാനി സിംഗിന്. ഓ, അത് മറന്നുപോയി. വയസ്സ് 40 കഴിഞ്ഞിട്ടും താനൊരു ക്രോണിക് ബാച്ചിലർ ആണല്ലോ. വീട്ടിൽ എപ്പോഴെത്തിയാലെന്താ അല്ലേ? അതാണടോ എനിക്ക് കിട്ടിയ സ്വാതന്ത്ര്യം. ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല, അല്ലലില്ല, അലട്ടില്ല. എന്നാലും കുടുംബം എന്നൊക്കെ പറയുന്നത് ഒരു സുഖം തന്നെയാണ് ചാനി. എടോ, ഓരോ മാസവും ഇപ്പറയുന്ന കുടുംബം പുലർത്താൻ എത്ര രൂപയാ താൻ കടമാകുന്നത്? അത് ശരിയാ. ആ ഒരു അർത്ഥത്തിൽ കുടുംബവും കുഞ്ഞുങ്ങളും ഒന്നും ഇല്ലാത്തത് ഒരു സ്വാതന്ത്ര്യം തന്നെ. എന്നാലും ആ വരുന്നത് 10 ഡൗൺ എക്സ്പ്രസ് തന്നെയല്ലേ? അതെ. എന്താ, ആരെങ്കിലും വരാനുണ്ടോ? എഞ്ചിൻ ഡ്രൈവർ സാദിക്കിനെ അറിയില്ലേ? അവൻ ഈ ട്രെയിനിലാണ് ഡ്യൂട്ടി. ഓഹോ, ഇവിടെ കൊണ്ട് അവൻ ഡ്യൂട്ടി തീരും. ക്വാർട്ടേഴ്സിലേക്ക് അവൻ്റെ കൂടെ ഓരോന്നും പറഞ്ഞങ്ങനെ നടക്കാമെന്ന് കരുതിയ ഇത്രയും ലേറ്റായത്. പിന്നെ ലാഹോർ മുതൽ അമൃത്സർ വരെയുള്ള ഒട്ടേറെ കഥകൾ അവന് പറയാനുണ്ടാവും. എൻ്റെ മകൻ സുഖവീന്ദർ പഠിക്കുന്ന ലാഹോറിലാ. ചാനി, അവിടെയൊക്കെ ചെറിയ കുഴപ്പങ്ങളുണ്ടെന്നാണല്ലോ കേട്ടത്. ഒന്നുമില്ല, ആൾക്കാർ ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് ഒഴിച്ചാൽ ഒരു കുഴപ്പമില്ല. സ്വാതന്ത്ര്യം ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത്. ആ, ഒടുവിൽ ആ ദിവസം. ഇനി മുതൽ സൂര്യചന്ദ്രന്മാർ നമുക്ക് വേണ്ടിയായിരിക്കും പ്രകാശിക്കുക. എങ്ങും സ്വാതന്ത്ര്യത്തിന്റെ ഇളം തന്നൽ. ഇങ്ങനെ പറയാമെന്നല്ലാതെ ഈ സ്വാതന്ത്ര്യം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ? ഇന്നലെയും ഇവിടെ സ്റ്റേഷനിലെ പോർട്ടർ മുഹമ്മദ് അലി എന്നോട് ചോദിച്ചു, സ്വാതന്ത്ര്യം കിട്ടിയാൽ എന്താ ഗുണമെന്ന്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നമ്മുടെ രാജ്യം. ഇനി ഒരാളും മഹാരാജാവിന്റെ ആൾക്കാരുടെ മുന്നിൽ തലതാഴ്ത്തി നിൽക്കേണ്ടി വരില്ല. രാജപാതകൾക്ക് പകരം പൊതുനിരത്തുകൾ. ജനകീയ മന്ത്രിമാർ നമ്മളുടെ സുഹൃത്തുക്കളായിരിക്കും. നാം തന്നെ നമ്മുടെ യജമാനൻ. ഇന്ത്യൻ ജനത ഒരുമിച്ച് ഒരു പാത്രത്തിൽ നിന്ന് ആഹാരം കഴിക്കും. അങ്ങനെ മാസ്റ്റർജി. ആ, അതാ സാധിക്കത്തിയല്ലോ. എന്നാ ഞാനങ്ങോട്ട്. എനിക്കും സ്റ്റേഷനിൽ പിടിപ്പത് പണിയുണ്ട്. അംബാല എക്സ്പ്രസിന്റെ അറിവിലാകാറായി. അപ്പോൾ നാളെ കാണാം. റൈറ്റ്. എന്താ സാധിക്കും, വണ്ടി കുറെ ലേറ്റായിട്ടുണ്ടല്ലോ. ആ, എന്താ നിനക്കൊരു വല്ലായ്മ? ഓ, ഒന്നുമില്ല. ലാഹോറിൽ നിന്ന് വണ്ടി വിടാൻ തന്നെ കുറെ വൈകി. റണ്ണിങ് ടൈമിൽ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാ ഇത്രയെങ്കിലും നേരത്തെ എത്തിയത്. നമുക്ക് ക്വാർട്ടേഴ്സിലേക്ക് നടക്കാം. ലാഹോറിൽ നിന്ന് കൃത്യസമയത്ത് പുറപ്പെടുന്നതാണല്ലോ എന്നും. ഇന്ന് എന്ത് പറ്റി? വിഭജന വാർത്തകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. വാ ഗുരുദേവ്, അപ്പോ രവി സിംഗ് പറഞ്ഞത് നേരോ? എവിടെയും ഊഹാപോഹങ്ങളാണ്. എല്ലാവർക്കും പരസ്പരം സംശയമാണ്. സംഘർഷത്തിന്റെ തീജ്വാലകൾ ഏത് നിമിഷവും പടരാനിടയുണ്ട്. എന്നിട്ട് ലാഹോറിൽ എന്തുണ്ടായി? ആരെങ്കിലും ട്രെയിൻ തടഞ്ഞോ? ട്രെയിൻ തടഞ്ഞതല്ല, ലാഹോർ സ്റ്റേഷനിൽ വലിയ ആൾത്തിരക്കായിരുന്നു. അവയിലേറെ പേരും ഹിന്ദുക്കളും സിഖുകാരും. വിഭജനമുണ്ടായാൽ അവരൊക്കെ ലാഹോർ വിടേണ്ടി വരുമെന്നാണ് അവിടെയൊക്കെയുള്ള പ്രചരണം. വീടും തൊടിയുമൊക്കെ ഉപേക്ഷിച്ചാണ് പലരും എത്തിയത്. എല്ലാവരെയും കുത്തി നിറച്ച് ഒരുവിധം സ്റ്റേഷൻ വിട്ടിട്ടും ഇടയിലൊക്കെ ചെയിൻ വലിച്ചു നിർത്തുകയായിരുന്നു. സാധിക്കേ, പ്രശ്നങ്ങൾ കൈവിട്ടു പോകുമോ? എനിക്കിപ്പോൾ പേടിയായി തുടങ്ങിയിട്ടുണ്ട്. യാത്രക്കാരുടെ മുഖങ്ങളിൽ ഇപ്പോൾ പരിഭ്രാന്തി മാത്രമാണുള്ളത്.
ആ പരിഭ്രാന്തി അന്യ സമുദായക്കാരോടുള്ള പകയായി മാറാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇതെന്താ രണ്ടുപേരും അങ്ങ് പോവുകയാണോ? നല്ല കഥയായി. ഇന്നെന്താ രണ്ടുപേർക്കും ചായയും കടിയൊന്നും വേണ്ടേ? ഓ സാദിക്കേ, അത് മറന്നുപോയി. ചായ കുടിച്ചിട്ടാകാം ഇനി നടത്താം. ആ, നിങ്ങൾക്കിപ്പോ ഞങ്ങളുടെ ചായ ഒന്നും വേണ്ടതായി അല്ലേ? ഓ എന്റെ സുഭാഷ് ബാബു, സംസാരിച്ചു വരുന്നതിനിടെ മറന്നുപോയതാണ്. ആ, മാസ്റ്റർ സ്ട്രോങ്, സാദിക് സാറിന് മീഡിയം. ആ സാദിക് സാബേ, പതിവില്ലാതെ ഇന്നെന്താ ഡൗൺ എക്സ്പ്രസ് വൈകിയല്ലോ? ലാഹോറിൽ എന്തെങ്കിലും പ്രശ്നം? ലാഹോറിൽ എന്ത് പ്രശ്നം? ഒക്കെ ഈ മന്ദൻ ഡ്രൈവറുടെ പ്രശ്നമാ. വണ്ടി വേഗത്തിൽ ഓടിക്കാൻ അറിയില്ലവന്. ഈ ഉള്ളവന്റെ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കുന്നവരൊക്കെ കൃത്യസമയത്തിന് മുമ്പേ വണ്ടി ഇവിടെ എത്തിക്കുന്നവരാ. ആ, ഇതാരാ? അബ്ദുള്ളയോ? എന്താടാ ഇന്നൊന്നും തടഞ്ഞില്ലേ? ആ, അബ്ദുള്ളക്ക് ഒരു സ്ട്രോങ് ചായ. മാസ്റ്റർ ജീവനെ അറിയില്ലേ? അബ്ദുള്ള ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. ചെറുപ്പം മുതലേ ഞങ്ങൾ കൂട്ടാ. അക്കാലങ്ങളിൽ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന് കുട്ടിക്കോ. അതിനുള്ള പ്രത്യുപകാരമായി എന്നും വൈകിട്ട് എന്റെ വക ഒരു ചായ ഫ്രീ. കാശില്ലാത്തതുകൊണ്ടല്ലേ സുഭാഷേ? ഇനിയിപ്പോ കാശുണ്ടെങ്കിൽ തന്നെ നീ എന്താ വിചാരിച്ചേ? എന്നും നിനക്കൊരു ചായ തരാൻ കഴിയുന്നുണ്ടല്ലോ എന്നതാണ് എന്റെ സന്തോഷം. ആ, അത് കുടിക്കാൻ കഴിയുന്നതല്ല എന്റെ സന്തോഷം. എന്താ അത്? ഓ, കോൺഗ്രസിന്റെ മീറ്റിംഗ് ഉണ്ടല്ലോ രാത്രിയില്. അതെ മാസ്റ്റർജി, സ്വാതന്ത്ര്യം ഉടൻ പ്രഖ്യാപിക്കുകയാണെന്ന് കേൾക്കുന്നല്ലോ. അല്ല, അപ്പൊ നീ പത്രങ്ങളൊന്നും കണ്ടില്ലേ? ഇന്നോ നാളെയോ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്ത് സ്വാതന്ത്ര്യം? നമ്മുടെയൊക്കെ തല വെട്ടിയെടുത്തിട്ട് നമ്മളോട് ചിരിക്കാൻ പറയുന്നതാണോ സ്വാതന്ത്ര്യം? സാദിഖ്, കാലുകൾ മുറിച്ചെടുത്തിട്ട് ഓടാൻ പറയുന്നതാണോ സ്വാതന്ത്ര്യം? മഹത്തായ സ്വാതന്ത്ര്യം. സാദിഖ് സാബിന് ഇന്ന് ആകെ ഒരു നിരാശയാണല്ലോ. ആ, മാസ്റ്റർജി പറഞ്ഞു തീർന്നില്ലല്ലോ. ഞാൻ പറയാം. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ചർച്ചയ്ക്കായി മൗണ്ട് ബാറ്റൻ നേതാക്കളെ ഒക്കെ ഇന്നലെ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. ജിന്ന, നെഹ്റു, പട്ടേൽ, ബൽദേവ്, അങ്ങനെ ഇന്ത്യയുടെ ഐക്യം നിലനിർത്താനാകുമോ എന്ന് മൗണ്ട് ബാറ്റൻ ആരാഞ്ഞു. പക്ഷേ ജിന്ന എന്താണ് പറഞ്ഞത്? ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് നീതി ലഭിക്കില്ലെന്ന്, അതുകൊണ്ട് വിഭജനം വേണമെന്ന്. ജിന്ന പറഞ്ഞാലും കാര്യമുണ്ട്. എന്ത് കാര്യം? എത്ര കാലമായി ഞാനടക്കമുള്ള മുസ്ലിങ്ങൾ ഇവിടെ പാർക്കുന്നു. പക്ഷേ ഇന്ത്യ വിഭജനത്തിന് നെഹ്റുവും പട്ടേലും എതിരല്ലല്ലോ. അതല്ല അബ്ദുള്ള, നെഹ്റു ഏറെ ദുഃഖിതനാണ്. ലജ്ജയോടെ വേദനയോടെ വിഭജന തീരുമാനം അംഗീകരിക്കുന്നു എന്നാണ് നെഹ്റു പറഞ്ഞത്. രാജ്യത്ത് സമാധാനം നിലനിർത്താൻ വിഭജനം ഒരുപക്ഷേ സഹായകമാകും എന്നാണ് നെഹ്റു കരുതുന്നത്. അല്ലാതെ അബ്ദുള്ള വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. ഇവിടെയുള്ള കുറെ ഹിന്ദുക്കളും കോൺഗ്രസ്സുകാരും വിചാരിക്കുന്ന പോലെ അല്ല എന്തായാലും കാര്യങ്ങൾ. അബ്ദുള്ള, രാജ്യം വെട്ടിമുറിക്കുന്നതിനേക്കാൾ നല്ലത് തന്റെ ശരീരം വെട്ടിമുറിക്കുന്നതാണെന്ന് പറഞ്ഞ ഒരാളെ മറക്കരുത്, മഹാത്മാഗാന്ധിയെ. ഓഹോ, എന്നിട്ടെന്താ ഗാന്ധി പറഞ്ഞ പാടി നെഹ്റു പ്രവർത്തിക്കാത്തത്? ഒരു കാര്യം മാത്രം എനിക്കറിയാം, മുസ്ലിങ്ങൾക്ക് ഈ നാട്ടിൽ നീതി കിട്ടില്ല. അബ്ദുള്ള, ഞാനും ഒരു മുസൽമാനാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി ഞാനൊരു ഇന്ത്യക്കാരനാണെന്ന് പറയാനാണ് എനിക്കിഷ്ടം. ഈ വർഷം ആദ്യം സിന്ധ് പ്രവിശ്യയിൽ നിന്ന് ഡൽഹിക്ക് അയച്ചു കൊടുത്ത 11,000 ടൺ അരി പിന്നീട് അവർ തിരിച്ചാവശ്യപ്പെട്ടപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് തിരിച്ചു കൊടുത്തോ? ഇല്ല, കൊടുക്കില്ല. ജിന്ന പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. നെഹ്റു ഭരിച്ചാൽ മുസ്ലിങ്ങൾക്ക് രക്ഷയില്ലാതാവും. അബ്ദുള്ള, മതം പറഞ്ഞുള്ള കലഹം ഇവിടെ വേണ്ട. അതാടാ, കാര്യങ്ങൾ പറയുമ്പോഴേ അത് മതകലഹം. നിന്റെയൊക്കെ തനിനിറം മതത്തെ തൊട്ട് കളിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. അബ്ദുള്ള, സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ല, നീ എന്നെ എന്ത് ചെയ്യും? അബ്ദുള്ള അടങ്ങ്. എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ? വേണ്ട, നിങ്ങൾ ഹിന്ദുക്കളും സിഖുകാരും ഒറ്റക്കെട്ടാ, എനിക്കറിയാം. അവരുടെ കൂട്ടത്തിൽ സാദിഖ് എന്ന മുസൽമാനെയും അബ്ദുള്ളക്ക് കൂട്ടാം. ആ, അങ്ങനെയും ചില നന്ദിയില്ലാത്ത നായകളുണ്ടെന്ന് അറിയാടാ. എന്റെ കടയിൽ വന്നവരോട് മര്യാദയില്ലാതെ സംസാരിക്കുന്നു. സുഭാഷ് ബാബു മിണ്ടാതിരിക്കും. എന്താ ഇത്? നീ എന്നെ പുറത്താക്കും അല്ലടാ അബ്ദുള്ള, എന്താ ഇത്? ഇതുപോലെ ഈ രാജ്യത്ത് നിന്ന് നിങ്ങൾ ഞങ്ങളെ പുറത്താക്കും. അതിനു മുമ്പേ തീർക്കേണ്ട കണക്കുകൾ തീർത്തിട്ട് അബ്ദുള്ള പോവും. നിനക്ക് പോയിന്റ് അടുത്ത് പോയി നീ തുളയടാ. അതിന് ഞങ്ങളുടെ വെക്കിട്ട് കയറുന്നത് എന്തിനാ? അങ്ങനെ മാത്രം എന്താ കാര്യം? അന്ന് ആ കടയിലുണ്ടായതുപോലുള്ള ചെറിയ കലഹങ്ങള് രാജ്യമൊട്ടാകെ, പ്രത്യേകിച്ച് അതിർത്തികളിൽ പടർന്നു പിടിച്ചു. ഒരു കാട്ടുതീ പോലെ പകയും വിദ്വേഷവും കത്തിപ്പടർന്നു. കൃപാണങ്ങൾ മുസൽമാന്റെ രക്തത്തിന് ദാഹിച്ചു.
മുസ്ലിമിന്റെ കത്തി സിഖുകാരന്റെ തലയ്ക്ക് വേണ്ടി ഉഴറി. അന്യമതങ്ങളിലെ സ്ത്രീകളെ അപമാനിച്ചുകൊണ്ട് ഓരോരുത്തരും തങ്ങളുടെ മതത്തോടുള്ള വിശ്വാസം ഊട്ടിയുറപ്പിച്ചു. ചാനിസിംഗ് ഇല്ലേ? ചാനിസിംഗ് ആരാത്? എന്താ രഹസ്യം ഈ വഴി? രാത്രി സഞ്ചാരം അത്ര നന്നല്ല കേട്ടോ. ഞാനിപ്പോ റേഡിയോ ന്യൂസും കേട്ട് വരുന്ന വഴിയാ. ആകെ കുഴപ്പമാണല്ലോ. രവി ഇരിക്കൂ. മരണനിരക്കുകൾ കൂടി വരികയാ. പഞ്ചാബിൽ മാത്രം എത്ര മരണങ്ങളാ? വരുന്ന വഴി ഓടയിൽ 2 ശവങ്ങളെ കണ്ടു, തലയേറ്റ നിലയിൽ. അതിലൊന്നിന്റെ പിടച്ചിൽ നിലച്ചിരുന്നില്ല. ഇതെവിടെ ചെന്ന് അവസാനിക്കും? തെരുവുകളിൽ രക്തപ്പുഴകളാണ്. ഇലയിലും പൂവിലും പുതുമഞ്ഞിലും രക്തമാണ്, മനുഷ്യരക്തം. ഹിന്ദുവിന്റെയും മുസൽമാന്റെയും സിഖുകാരന്റെയും രക്തം ഒരുമിച്ചാണ് ഒഴുകുന്നതല്ലേ? അതെ. അപ്പോ രക്തത്തിന് ശത്രുതയില്ലല്ലേ? ഒരുമിച്ചൊഴുകാൻ മുസൽമാന്റെയും ഹിന്ദുവിന്റെയും സിഖുകാരന്റെയും രക്തത്തിന് മടിയില്ല. നോക്കൂ ജാനി, അയൽക്കാർ പെട്ടെന്നൊരു ദിവസം ശത്രുക്കളാവുന്നു. സ്നേഹശീലരായ മനുഷ്യർ എത്ര പെട്ടെന്നാണ് ഹിന്ദുവും മുസൽമാനും സിഖുമൊക്കെയായി മാറിയത്. എന്താ സാദിഖ്? കൂടെ ഉമ്മയുണ്ടല്ലോ, എന്താ പറ്റിയത്? ചാനി, ഞങ്ങളുടെ ഗലിയിലും കുഴപ്പങ്ങൾ തുടങ്ങി ചാനി. മോനെ, ഇവന്റെ ബാപ്പയെ അവര് വെട്ടി നുറുക്കി മോനെ. അതെ അതെ ചാനി, ഉമ്മ നോക്കി നിൽക്കേ ആ സോമനാഥും കൂട്ടരും. സോമൻ ആരോരുമില്ലാത്ത അവനെ എടുത്തു വളർത്തി ആളാക്കിയത് എന്റെ കെട്ടിയോനായിരുന്നു. എന്നിട്ടും അവൻ എന്റെ സാദിഖ്, നിന്റെ പെങ്ങളെവിടെ? അവൾ ഗ്രാമത്തിലെ അമ്മാവന്റെ അടുത്താണ് ചാനി. ഇനി എന്റെ മോളെയും അവൾക്ക് എന്തെങ്കിലും ഇല്ലുമ്മ, അവൾ സുരക്ഷിതയായി തന്നെ തിരിച്ചു വരും. ഞങ്ങളുടെ ഗലിയിൽ ഒട്ടേറെ പേർ ചത്തു വീണിട്ടുണ്ട് ജാനി. നമ്മുടെ ചായക്കടക്കാരൻ സുഭാഷ് ബാബുവും കുടുംബവും കൂട്ടക്കൊലക്കിരയായി. എന്താ ഞാൻ ഈ കേൾക്കണത്? കൊന്നതാരാണെന്നോ? അബ്ദുള്ള. സുഭാഷിന്റെ വക എന്നും ചായ സൗജന്യമായി കുടിക്കുന്നവന്റെ ബാല്യകാല സുഹൃത്ത് അബ്ദുള്ള. എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വസിക്കാനാവാത്തതാണെല്ലാം. സാദിഖേ, നീ അമ്മയെ കുട്ടി അകത്തേക്ക് കൊണ്ടുപോകും. പാവം, അവരാകെ ആവശ്യമാണ്. ബരൂമ്മ, നമുക്ക് അകത്തിരിക്കാം. സൂക്ഷിച്ച് മെല്ലെ. ആ ചാനിസിംഗ്, നീ ഇവർക്ക് അഭയം കൊടുക്കാൻ പോവുകയാണോ? എന്താ എന്താ അഭയം കൊടുത്താല്? സാദിഖിന്റെ ആത്മസുഹൃത്താ. അതെനിക്കറിയാം. പക്ഷേ ഇത് നിന്റെ ജീവന് പോലും അപകടകരമായ ഒന്നാണ്. പുറത്തു നടക്കുന്ന കാര്യങ്ങളുടെ ഭീകരത നിനക്കറിയില്ലേ? പുറത്തെന്ത് നടന്നാലും മനുഷ്യന് നിരക്കുന്ന കാര്യങ്ങളെ ഞാൻ ചെയ്യൂ. നിനക്കറിയോ, മുഗളന്മാരുടെ കാലം തൊട്ടുള്ളതാ നമ്മൾ സിഖുകാർക്കെതിരെയുള്ള ഇവരുടെ പീഡനങ്ങൾ. പക്ഷേ ഞാനും നീയും വിശ്വസിക്കുന്ന ഈ മതത്തിന്റെ സ്ഥാപകൻ പറഞ്ഞ കാര്യം നീ ഓർക്കണം. ഒരൊറ്റ ദൈവമേ ഉള്ളൂ, പരമമായ സത്യം. അതൊക്കെ എനിക്കും അറിയാം. പക്ഷെ നീ നോക്കിക്കോ, ഖാൽസാക്കാരെ നീ വെറുപ്പിക്കും. ജന്മം കൊണ്ട് ഏതെങ്കിലും മതത്തിൽ ഉൾപ്പെട്ടു പോയത് അത്രയ്ക്ക് വലിയ പാതകമാണോ എന്ന് ഞാൻ ഖാൽസാക്കാരോട് തിരിച്ചു ചോദിക്കും. ചാനിസിംഗ്, നീ സൂക്ഷിക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ നീ 3 മതക്കാരുടെയും നോട്ടപ്പുള്ളിയാണ്. ഞാൻ വരട്ടെ. രവി, നീയും സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞില്ലേ, രാത്രി സഞ്ചാരം കുറയ്ക്കണം. ശരി ശരി, ഞാൻ പോകുന്നു. രവിസിംഗ് പോയോ ജാനി? പോയി. ഞാൻ വീട്ടിൽ പോയി അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളുമായിട്ട് ഉടനെ തിരിച്ചു വരാം. ഈ അസമയത്ത് അത് വേണോ സാധിക്കേ? പുറത്താണെങ്കിൽ കൊടുവാളുകളും കൃപാണങ്ങളും അന്യമതസ്ഥരുടെ ശിരസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനിയിപ്പോ അങ്ങനെ സംഭവിച്ചാൽ തന്നെ ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചായിരിക്കും ഞാൻ മരിച്ചു വീഴുക. സാധിക്കേ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഈ രാത്രി പുറത്തു പോകരുത്. ഇല്ല ജാനി, എനിക്ക് പോയേ പറ്റൂ. വീട്ടിനകത്ത് ആളില്ലെന്നറിയുമ്പോൾ ആ സോമനാഥും കൂട്ടരും എന്റെ വീട് കത്തിക്കുമെന്ന് ഉറപ്പാ. അതിനു മുൻപ് ഉമ്മയ്ക്ക് വേണ്ടി ഒരു സാധനം എനിക്ക് കൊണ്ടുവന്നേ പറ്റൂ. എന്താ ഇത്ര അത്യാവശ്യമുള്ള ഒന്ന്? വിശുദ്ധ ഖുർആന്റെ ഒരു പ്രതി. ഇനി എന്റെ ഉമ്മയ്ക്കുള്ള ഏക ആശ്രയം അത് മാത്രമാണ് ജാനി. അങ്ങനെയെങ്കിൽ ഇരുട്ട് കൂടും മുമ്പ് പോയി അതെടുത്തോണ്ട് വരൂ.
ഭാഗ്യത്തിന് അന്ന് സാദിഖ് വിശുദ്ധ ഗ്രന്ഥവുമായി തിരിച്ചു വന്നു. പക്ഷേ എന്റെ ക്വാർട്ടേഴ്സിൽ 2 ദിവസത്തിൽ കൂടുതൽ താമസിക്കാൻ അവനെ അവന്റെ മതക്കാർ സമ്മതിച്ചില്ല. മാസ്റ്റർജിക്ക് 47 ആഗസ്റ്റ് 15-ാം തീയതി ഓർമ്മയുണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു അപ്പൂപ്പ അന്നത്തെ ആഘോഷങ്ങൾ? അപ്പൂപ്പൻ അന്ന് എവിടെയായിരുന്നു? ഇന്ത്യൻ ജനത ഒരിക്കലും മറക്കാത്ത ആ ദിവസം എങ്ങനെയായിരുന്നു അപ്പൂപ്പ? മോള് പറഞ്ഞ പോലെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു അത്. അന്ന് എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ലീവ് വേണമെന്ന് പറഞ്ഞിട്ടും കിട്ടിയില്ല. എന്റെ സഹപ്രവർത്തകനായ രവിസിംഗ് അന്ന് അവധിയെടുത്തിരുന്നു. ലാഹോറിലുള്ള അവന്റെ മകൻ വരുന്ന ദിവസം കൂടിയായിരുന്നു അത്. സത് ശ്രീ അകാൽ. സത് ശ്രീ അകാൽ. അല്ല, എന്താ ഇത്? ബീവി ഉണ്ടല്ലോ കൂടെ. അവൾക്കൊരേ നിർബന്ധം, സുഖവീന്ദർ ഇന്നല്ലേ വരുന്നത്, സ്റ്റേഷനിൽ വെച്ച് തന്നെ കാണണമെന്ന്. ഏത് വണ്ടിക്കാ? 10 ടൗണിൽ. ഇന്നവൻ നന്നേ ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ചാൻസിംഗ് ജി, ഇതാ ഈ ലഡ്ഡു വാങ്ങിക്കൂ. ഓ, സുഖവിന്ദർ പഠിത്തവും കഴിഞ്ഞ് വരുന്നത് പ്രമാണിച്ചായിരിക്കും അല്ലേ? അതൊന്നുമല്ല, അതിനുള്ള ലഡ്ഡു. പിന്നെ ഇത് പറയാതറിയില്ലേ? ഇല്ല. ഇന്ന് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമല്ലേ? ഓ, അത് ശരി. ഈ സ്വാതന്ത്ര്യമൊക്കെ നിങ്ങൾ അടുക്കളക്കാരികൾക്ക് ഇത്ര വലിയ സന്തോഷം ഉണ്ടാക്കുന്നൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഓ പിന്നെ, നിങ്ങൾ ആണുങ്ങൾക്ക് മാത്രമുള്ളതാണോ ഈ സ്വാതന്ത്ര്യം? നോക്കൂ രവിസിംഗ്, നിങ്ങളുടെ ബീവി സംസാരിക്കാനൊക്കെ പഠിച്ചു. അടുത്ത് തന്നെ ഒരു സ്വാതന്ത്ര്യ സമരം നിങ്ങളുടെ വീട്ടിൽ നടക്കുമെന്ന് ഉറപ്പ്. സുഖവീന്ദർ എത്തിക്കിട്ടിയാൽ ഉടൻ അമ്മയും മകനും കൂടി സമരം തുടങ്ങുമെന്ന് ഉറപ്പല്ലേ? സമരം തുടങ്ങാതെ രക്ഷയില്ല. അത്രയ്ക്ക് വലിയ ദുർഭരണമാണ് വീട്ടിൽ. അതെ, അവൻ 10 ടൗൺ എത്തിയെന്ന് തോന്നല്ലോ. ജനിജി, ലാഹോറിൽ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ്, ഒന്നുമില്ലെന്ന്. അതെന്താ എഞ്ചിൻ ഡ്രൈവറുടെ അരികിൽ 4-5 സായുധ പട്ടാളക്കാർ? ഇന്ന് 10 ടൗണിൽ സാദിക്കാണല്ലോ എഞ്ചിൻ ഡ്രൈവർ. പകരം ഒരു സർദാർജിയാണല്ലോ കാണുന്നത്. എന്തോ കുഴപ്പമുണ്ടല്ലോ. രവിസിംഗ്, സമാധാനപ്പെടൂ, വണ്ടി നിർത്തട്ടെ. നോക്കൂ, ഒരാള് പോലും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ലല്ലോ. അതാ ഒരാള്. അതാ സർദാർജി എഞ്ചിൻ ഡ്രൈവർ ആണല്ലോ. ഇത് ഞാനാ, സാദിഖ്. എന്താടാ സാദിഖ്, നീ എന്താ ഈ വേഷത്തിൽ? എന്താ ഈ ടർബനൊക്കെ ആയിട്ട്? ലാഹോർ വിട്ട് ഇന്ത്യൻ അതിർത്തിയിൽ എത്തിയപ്പോൾ പട്ടാളത്തിന് നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. എന്തെങ്കിലും കുഴപ്പം? അയ്യോ, എന്റെ സുഖവിന്ദർ. ലാഹോറിൽ നിന്ന് വണ്ടി വിട്ടതിൽ പിന്നെ ചുരുങ്ങിയത് 10 എടുത്തു വെച്ചെങ്കിലും വണ്ടി ചെയിൻ വലിച്ച് നിർത്തപ്പെട്ടിട്ടുണ്ട്. പോലീസും പട്ടാളമൊന്നും ഉണ്ടായില്ലേ? അതറിയില്ല. എന്റെ കൂടെ എഞ്ചിൻ റൂമിൽ 4-5 സായുധ പട്ടാളക്കാരുണ്ടായിരുന്നു. ഇതെന്താ, ഇതുവരെയായി ആരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലല്ലോ. പുറത്തിറങ്ങിയാൽ കൊല ചെയ്യപ്പെട്ടാലോ എന്ന് കരുതിയാകും. എന്റെ സുഖവിന്ദറിന് അറിയാമല്ലോ ഇത് അമൃത്സറാണെന്ന്. അച്ഛനും അമ്മയും കാത്തു നിൽക്കുമെന്ന്. കരയരുത്, നമുക്ക് നോക്കാം. കമ്പാർട്ട്മെന്റ് നിറയെ തലയറ്റ ശവങ്ങളായിരുന്നു. എന്ത് ബീഭത്സമായ കാഴ്ചയായിരുന്നുവെന്നോ അത്. തളം കെട്ടി നിന്ന രക്തത്തിലൂടെ ഞങ്ങൾ സുഖവിന്ദറിനെ തേടി നടന്നു. ആരിലും ജീവന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരു സ്ത്രീയുടെ ഞരക്കം കേട്ട ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, പേടിക്കണ്ട, ഇത് അമൃതസറാണ്, ജീവനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം എന്നൊക്കെ. ഇത് കേട്ട് മരിച്ചുവെന്ന് നടിച്ച ഒരു സ്ത്രീ എഴുന്നേറ്റ് ഭർത്താവിനെ തിരയാൻ തുടങ്ങി. ഒടുവിൽ ഉടൽ വേർപെട്ട ഭർത്താവിന്റെ ശിരസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അലറിക്കരഞ്ഞു. എന്തുമാത്രം ഭീകരമായിരുന്നു അത്. കശാപ്പ് ചെയ്യപ്പെട്ട അമ്മമാരുടെ മാറിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് കരയുന്ന കുട്ടികൾ. എല്ലാ കമ്പാർട്ട്മെന്റിലും ഇതേ ദൃശ്യങ്ങൾ. ഒടുവിൽ സുഖവിന്ദറിന്റെ ജഡവും ഞങ്ങൾ കണ്ടെത്തി. അവസാന കമ്പാർട്ട്മെന്റിൽ കുമ്മായം കൊണ്ടവർ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു, നെഹ്റുവിനും പട്ടേലിനുമുള്ള സ്വാതന്ത്ര്യദിന സമ്മാനമാണ് ഈ തീവണ്ടിയെന്ന്. എന്ത് പൈശാചികമാണ് മാസ്റ്റർജി. നെഹ്റുവിനും പട്ടേലിനുമുള്ള സ്വാതന്ത്ര്യദിന സമ്മാനം
നേരിൽ കണ്ട ഞാൻ എങ്ങനെയാ ഓഗസ്റ്റ് 15 മറക്കും? സ്വതന്ത്ര ഭാരതത്തിലെ സിംഹാസനങ്ങളിൽ ഉന്മത്തരായിരിക്കുന്നവർ പക്ഷേ ആ ദിവസത്തെ മറന്നുപോയി. എത്ര പേരുടെ ചോരച്ചെളിയിലിരുന്നാണ് അവർ ഈ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നതെന്ന് അറിയണം. ആ അപ്പൂപ്പ, ജഗജീവന് അപ്പൂപ്പന്റെ ജീവിതത്തെക്കുറിച്ചും അറിയണം. സംഭവ ബഹുലമായിരുന്നു അതൊന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് വേണോ മക്കളെ? വേണോ അപ്പൂപ്പ? പറയാം. കലാപങ്ങൾ ഒടുങ്ങിയിരുന്നില്ല. ഒരു ദിവസം വാതിലൊന്ന് തുറക്കൂ, എന്നെ രക്ഷിക്കൂ, ദയവായി ഒന്ന് വാതിൽ തുറന്നു തരൂ. ആരാണ് ആ സമയത്ത്? എന്നെ രക്ഷിക്കണം സാം, ആ വാതിൽ നടക്കൂ. അവരെനിക്ക് പിറകിലുണ്ട്. നീ ആരാ? എന്താ പ്രശ്നം? ഒക്കെ പറയാം, ആ വാതിൽ നടക്കൂ. നീ എവിടെ പോയി വിളിച്ചാലും നിന്നെ ഞാൻ പൊക്കുമണി. ഇറങ്ങി വരാനല്ലേ പറഞ്ഞത്? ഇറങ്ങി വരാൻ. ദയവ് ചെയ്ത് ആ വാതിൽ തുറക്കരുത്. തുറന്നില്ലെങ്കിൽ അവരത് ചവിട്ടി പൊളിക്കും. അപ്പോ നിങ്ങളും എന്നെ? ഓ, നിങ്ങൾ എന്റെ മതമല്ലല്ലോ അല്ലേ? അതുകൊണ്ടല്ല, ഞാൻ അവരോട് സംസാരിച്ചു നോക്കാം. ഇങ്ങോട്ട് വരാനല്ലേ നീ പറഞ്ഞത് നിന്നോട്? ഇല്ല, ഞാൻ വരില്ല. എന്നെ തല്ലരുതെന്ന് പറയൂ സാം. അർജുൻ, നിങ്ങൾ എന്തിനാ അവളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അവളെ വിടൂ. വിടാനല്ലേ പറഞ്ഞത്? നീ എന്നെ വെട്ടിച്ച് രക്ഷപ്പെടാൻ നോക്കുന്നോടി നായിന്റെ മോളെ. നിന്നെ ഞാൻ. സഹോദര, ദയവായി അടങ്ങ. എന്താ പ്രശ്നം? ഇവളെന്റെ അടിമയാണ്. എഴുന്നേൽക്കടി. ഇവൾ എന്ത് തെറ്റ് ചെയ്തു? അതിവളുടെ മതക്കാരോട് പോയി ചോദിക്കണം. ഞങ്ങളുടെ അമ്മമാരും സഹോദരിമാരും എന്ത് തെറ്റാണ് ചെയ്തത്? അവരെ നഗ്നരാക്കി നിരത്തിലൂടെ വലിച്ചിഴച്ചു. അവരെ കൂട്ടമായി മാനഭംഗപ്പെടുത്തി. ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ച് അവരെയൊക്കെ വെട്ടി വെട്ടി നുറുക്കി. എന്തിന്? അവരെന്ത് തെറ്റ് ചെയ്തു? അതിന് ഈ കുട്ടി എന്ത് പഴിച്ചു? ഈ കുട്ടിയോട് എന്തിനാണ് പക? ഇവളൊരു മുസ്ലിമാണ്. എന്റെ കയ്യിൽ കിട്ടിയെങ്കിൽ ഉടനെ അവളെ ഞാൻ വെട്ടി വെട്ടി നുറുക്കുമായിരുന്നു. എന്നാൽ അത് ചെയ്യാമായിരുന്നില്ലേ? ചെയ്യാമായിരുന്നു. പക്ഷേ എനിക്കിവളെ വേണം. അത്യാവശ്യമുള്ളവർക്ക് ഞാൻ ഇവളെ വിൽക്കും. ഏതവന്റെയെങ്കിലും വീട്ടിൽ അവന്റെ വരുതിക്കൊത്ത അടിമയായി ഇവൾ ജീവിക്കണം. അല്ല, നരകിക്കണം. എത്ര രൂപ കിട്ടിയാൽ താൻ ഇവളെ വിൽക്കും? ഒരു 500, അല്ല 1000 രൂപ. ശരി, 1000 രൂപ ഞാൻ തരാം. ഇവളെ എനിക്ക് വിട്ടുതരൂ. അത് വേണോ? പറഞ്ഞത് കേട്ടില്ലേ? നീ പറഞ്ഞ അത്രയും കാശ് ഞാൻ തന്നാ പോരെ? ഞാനിപ്പോ വരാം. എടീ, ഒരിക്കൽ കൂടി ഞാൻ നിന്നെ ഒന്ന് അടിച്ചോട്ടെ. ഇനിയുള്ള കാലം ഇയാളുടെ വീട്ടിൽ നീ അടിമയായി നരകിച്ചു തീരണം. ഏതായാലും കച്ചവടം മോശമായില്ല. നിന്റെ ഈ ശരീരത്തിന് ഇപ്പോഴും 1000 രൂപ വിലയുണ്ടല്ലേ? പിന്നെ നിന്റെ പുതിയ യജമാനൻ നീ ബുദ്ധിമുട്ടിച്ചാലുണ്ടല്ലോ, നിന്റെ തല ഞാൻ കൊയ്തെടുക്കും. അതിന് ബുദ്ധിമുട്ടണമെന്നില്ല. ഇതാ പറഞ്ഞ തുക. വാങ്ങിയിട്ടുള്ള സ്ഥലം വിടണം. ശരി സാർ. കുട്ടി എഴുന്നേക്കൂ. ദാ ഞാൻ സഹായിക്കാം. പതുക്കെ പതുക്കെ ഇവിടെ ഇരുന്നോളൂ. എന്താ കുട്ടിയുടെ പേര്? നസീബ. ഈ ദുഷ്ടന്റെ കയ്യിൽ എങ്ങനെ? ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഒന്നറിയാം, മതത്തിന്റെ പേരിലാണ് ഇതൊക്കെ. കരയാതെ. കുട്ടി പഞ്ചാബിയാണോ? അല്ല, രാജസ്ഥാനി. അവിടെ നിന്ന് എങ്ങനെ ഇവിടെ? പല രാത്രികളിലായി ഇവിടം വരെ. വസ്ത്രമൊക്കെ കീറിയിട്ടുണ്ടല്ലോ. ദാ ഈ പുതപ്പെടുത്തോളൂ. നസീബയുടെ ബന്ധുക്കളൊക്കെ? അവരൊക്കെ ഇപ്പോ പാകിസ്ഥാനിലെത്തിക്കാണും. കുട്ടിയെ തനിച്ചാക്കിട്ടോ? അവരോടൊപ്പം തന്നെ അഭയാർത്ഥികളായി യാത്ര തിരിച്ചതാണ്. 3-ാം ദിവസമാണ് സിഖുകാരുടെ ഒരു സംഘം ഞങ്ങളെ ആക്രമിച്ചത്. എല്ലാവരും വേർപെട്ടു പോയി. എന്നിട്ട്
ആദ്യമൊക്കെ ഓർമ്മയുണ്ടായിരുന്നു. ആരൊക്കെയോ എവിടെയൊക്കെയോ ജീവനോടെ കുഴിച്ചുമുടുന്ന അവസ്ഥ. പിന്നെ പിന്നെ പലപ്പോഴും ബോധമുണ്ടായിരുന്നില്ല. ഈ ഭൂമിയിൽ ആരും സ്ത്രീയായി ജനിക്കരുത്. ചേച്ചേ കരയാതെ, കുട്ടിക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ. ദാ ആ മുറി പോയി കിടന്നോളൂ. എനിക്കറിയാം, ഞാൻ നിങ്ങളുടെ അടിമയാണ്. ഈ ശരീരം നിങ്ങൾ വില കൊടുത്ത് വാങ്ങിയതാണ്. ഇന്ന് മാത്രം ഞാനൊന്ന് വിശ്രമിച്ചോട്ടെ. അത് കഴിഞ്ഞ് എപ്പോ വേണമെങ്കിലും. എന്താ കുട്ടിയെ പറയുന്നത്? നീ എന്നെ കുറിച്ച് എന്താ കരുതിയത്? ഞാൻ കണ്ട പുരുഷന്മാർക്കൊക്കെ ഒരേ മുഖമാണ്, പേടിപ്പിക്കുന്ന രാത്രിയുടെ മുഖം. നീ നന്നായി ക്ഷീണിച്ചിട്ടുണ്ട്. ഞാൻ നിനക്ക് റൊട്ടി എടുത്തു തരാം. ദാ ഇത് കഴിച്ചോളൂ. എന്താ എന്താ ഇത്? നന്ദിയുണ്ട് സാബ്. എനിക്കല്പം ആഹാരം തന്നതിന് തൊഴുകയോടെ നന്ദി പറയണമെന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ രാത്രികളിൽ ഓരോ ദിവസവും ഞാൻ കൈമറിഞ്ഞ് എത്ര പേരുടെ അടുക്കലെത്തി. ജീവൻ നിലനിർത്താൻ ആഹാരം വേണ്ട ഒരു ജീവിയാണെന്ന് പോലും ആരും ഓർത്തില്ല. അവർക്ക് എൻ്റെ ശരീരത്തിൻ്റെ വിലയായെങ്കിലും അല്പം ആഹാരം തരാമായിരുന്നു. അരുത് കുട്ടി, കരയരുത്. കഴിഞ്ഞ ദിവസങ്ങളെ കുട്ടി മറക്കണം. സാബിന് മടുക്കുമ്പോൾ ഞാൻ വീണ്ടും ഇറങ്ങി പോകേണ്ടത് ആ ദിവസങ്ങളിലേക്കല്ലേ? നീ ഇവിടെ നിന്ന് എവിടെയും ഇറങ്ങി പോകുന്നില്ല. എന്താ പോരെ? സാബ്. അതെ, നസീബ് നല്ല കുട്ടിയാ. എനിക്ക് നിന്നെ ഇഷ്ടമായി. ഇഷ്ടമായി എന്ന് കേൾക്കുന്നത് തന്നെ എനിക്ക് ഭയമാ. അതെന്താ? എന്നെ തട്ടിക്കൊണ്ട് വന്നത് പിന്നെ എല്ലാ പുരുഷന്മാരും ആദ്യം പറയുന്നത് എന്നെ ഇഷ്ടമായി എന്ന് തന്നെയാ. എന്തുമാത്രം ദുഃഖപൂർണമാണ് നസീബ നിന്റെ ജീവിതം. ദുഃഖമോ? എന്റെ ബാപ്പയുടെ ശവം തുണ്ടു തുണ്ടായി ചിതറിക്കിടക്കുന്നത് കണ്ടിട്ട് ഞാൻ കരഞ്ഞില്ല. ഒരു മുസ്ലിം സ്ത്രീ ആയതുകൊണ്ട് മാത്രം എന്റെ ഉമ്മ റോഡിലൂടെ വലിച്ചഴക്കപ്പെടുന്നത് കണ്ടപ്പോൾ പോലും ഞാൻ കരഞ്ഞില്ല. പിന്നെ കഴിഞ്ഞ രാത്രികളിൽ വികാരങ്ങളൊക്കെ വറ്റിത്തീർന്ന ശപിക്കപ്പെട്ടൊരു ശവമാണ് ഞാൻ. കരയരുത് കുട്ടി, വിഷമിക്കണ്ട. ഏതായാലും കുറച്ചുനാൾ ഇവിടെ കഴിയുക. എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. കുട്ടി കിടന്നുറങ്ങിക്കൊള്ളൂ. ഇപ്പോൾ അല്പം വിശ്രമമാണ് ആവശ്യം. കലാപത്തിന്റെ അതിനങ്ങളിൽ അഭയം തേടി എൻ്റെ മുറിയിലേക്ക് എത്തിയ നസീബ പിന്നീട് എൻ്റെ ജീവിതത്തിലേക്ക് തന്നെ പ്രവേശിക്കുകയായിരുന്നു. അതേസമയം തന്നെ വേണ്ടപ്പെട്ട ചിലരെ എനിക്ക് നഷ്ടമാകുകയും ചെയ്തു. എന്താ ചാനി സിംഗ് മുഖത്തൊരു പ്രസാദം? ഹേയ്, ഒന്നുമില്ല സോഹൻ. അതല്ല, ചാനി സിംഗിന് എന്തോ മാറ്റമുണ്ട്. എന്തു മാറ്റം? വീട്ടിലൊരു വിരുന്നുകാരി വന്നെന്നോ അവിടെ താമസമായെന്നോ ഒക്കെ പറയുന്നത് കേട്ടു. ഓ, നസീബിയുടെ കാര്യമാണോ സോഹൻ പറയുന്നത്? പാവം കുട്ടി. എന്തായാലും കൊള്ളാം. ചാനിയുടെ ജീവിത രീതിക്ക് തന്നെ ഒരു വെടിപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. മുമ്പില്ലാത്ത വൃത്തിയുമായിട്ടുണ്ട്. അലക്കി തേച്ച കുപ്പായങ്ങൾ, ഉച്ചയ്ക്ക് ടിഫിൻ കാരിയറിലെത്തുന്ന ഭക്ഷണം ഒന്നും മനസ്സിലാകുന്നില്ലെന്ന് വിചാരിക്കരുതടാ കള്ള. ഇതൊക്കെ നസീബയുടെ ഏർപ്പാടുകളാ. അല്ല, മറ്റു ചില കാര്യങ്ങളിലും നമുക്ക് ചില ഏർപ്പാടുകളൊക്കെ വേണ്ടേ? നീ പോടാ. നീ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങള്. ലാഹോറിലേക്കുള്ള വണ്ടിയാ. നോക്കിയേ, എന്തൊരു തിരക്കാ. അഭയാർത്ഥി പ്രവാഹം നിലയ്ക്കുന്നതേയില്ലല്ലോ. രാജ്യത്തിന്റെ പ്രധാന ധമനിയല്ലേ സിറിൽ റാഡ്ക്ലിഫ് മുറിച്ചു മാറ്റിയത്. നിലയ്ക്കാത്ത രക്തപ്രവാഹം പോലെ ഇതിങ്ങനെ തുടരും. റാഡ്ക്ലിഫിനെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം? അയാൾ കേവലം ഒരു ആജ്ഞാനുവർത്തി മാത്രം. മൗണ്ട് ബാറ്റനും നമ്മുടെ നേതാക്കളും ഇന്ത്യക്കും പാകിസ്ഥാനും മധ്യേ വിഭജന രേഖ വരയ്ക്കാൻ അയാളോട് പറയുന്നു. അയാൾ അത് ചെയ്യുന്നു, അത്രമാത്രം. കുറച്ചുകൂടി സാവകാശമായി ചെയ്യാമായിരുന്നു. ഇതിപ്പോ പഞ്ചാബിന്റെ ചോരക്കുഴലുകളായ നദികളെയൊക്കെ തലങ്ങും വിലങ്ങും വെട്ടിമാറ്റിയിട്ട് ഗോതമ്പ് വയലുകളെ അംഗഭംഗം വരുത്തിയിട്ട്. ചാനി, നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഇത് ചെയ്തു തീർക്കണമെന്ന മൗണ്ട് ബാറ്റന്റെയും നേതാക്കളുടെയും ഓർഡർ. ഒരു ദിവസം 30 മൈൽ അതിർത്തിയെങ്കിലും രേഖപ്പെടുത്തേണ്ട അവസ്ഥയിലാ റാഡ്ക്ലിഫ്. അറിയോ? ഈ രാജ്യം തുണ്ടം തുണ്ടമാക്കിയിട്ടേ മൗണ്ട് ബാറ്റൻ പോകുന്നുണ്ടോ?
ശനി സിംഗ്. ഇതാരും സാധിക്കോ? ആ, ഉമ്മയുണ്ടല്ലോ. ഇത്രയും നാൾ നിങ്ങൾ എവിടെയായിരുന്നു? ഇതെന്താ കയ്യിൽ ബാഗും പെട്ടിയൊക്കെ? പോവുകയാണ് മാസ്റ്റർജി. എങ്ങോട്ട്? പാകിസ്ഥാനിലേക്ക്. സാദിഖ്, നീയും? ഇല്ലടാ, രാജ്യത്തോടുള്ള കൂറ് നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ലടാ. പക്ഷേ മതിയായി. സഹനശക്തി ഇനിയും ബാക്കിയില്ലടാ. എന്തുണ്ടായി എന്ന് പറയൂ സാദിഖ്. ഇന്നലെ എൻ്റെ സഹോദരി അവർ കൊണ്ടുപോയി. പിന്നീട് വെട്ടിനുറുക്കിയ രീതിയിൽ അവളുടെ മയ്യത്ത് സ്റ്റേഷനപ്പുറത്തുള്ള കുറ്റിക്കാട്ടിൽ. മാസ്റ്റർജി, എന്റെ കെട്ടിയവനെ അവര് കൊന്നു. ഇന്നലെ എന്റെ മകളെയും. ഇന്ന് രാവിലെ ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാത്ത ഇവനെയും തേടി കത്തിയും കൊടുവാളുമായി അവര് വന്നു. ഇനിയും ഞങ്ങൾ ഈ നാട്ടിൽ നിൽക്കണോ മാസ്റ്റർജി? സാദിഖ്, അരുത്, പോകരുത്. എല്ലാ കലാപവും ഒരാഴ്ചക്കുള്ളിൽ അവസാനിക്കും. അതുവരെ നിങ്ങൾക്ക് എന്റെ ക്വാർട്ടേഴ്സിൽ. വേണ്ട മാസ്റ്റർജി, എനിക്ക് എന്റെ പ്രായമായ ഉമ്മയെങ്കിലും രക്ഷപ്പെടുത്തിയെടുക്കണം. ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് മാസ്റ്റർജി ഉപേക്ഷിക്കുകയോ? ഇല്ല, മനസ്സിൽ എന്നെന്നും ഉണ്ടാകും ഈ സൗഹൃദം. വണ്ടി വിടുകയായി. ഞങ്ങളെന്നാലും അങ്ങോട്ട്. സാദിഖേ, നിനക്ക് എങ്ങനെ ഇവിടം വിട്ട് പോകാനാകൂടാ? അതേ മാസ്റ്റർജി, ഉമ്മയെപ്പോലും മറന്ന് ഭാരത് മാതാ കീ ജയ് വിളിച്ചു നടന്നവനാ ഞാൻ. പക്ഷേ അവർ സമ്മതിക്കണ്ടേ മാസ്റ്റർജി? മാ, വണ്ടി വിടാറായി. ഉമ്മ വണ്ടിയിൽ കയറിയിരുന്നോളൂ. ഇനി എന്നാണടാ? എന്നെങ്കിലും. എനിക്കൊറ്റ പേടിയേ ഉള്ളൂ ചനി. പാകിസ്ഥാനിൽ എത്തിക്കഴിഞ്ഞാൽ അറിയാതെ ഞാൻ ഭാരത് മാതാ കീ ജയ് വിളിച്ചു പോകുമോ എന്ന്. അപ്പോ ഞാൻ അവിടെയും രാജ്യദ്രോഹിയാകില്ലടാ. നിനക്ക് പോകാതിരുന്നൂടെടാ സാദിഖ്? തീരുമാനമെടുക്കാൻ ഇനിയും വൈകിട്ടില്ല. ഇല്ല മാസ്റ്റർജി. മാസ്റ്റർജി, ഞങ്ങൾ എന്നാല് പോവാണ്. പള്ളി ഉണ്ടായിരുന്നിടത്ത് ഇപ്പോഴൊരു ഗോശാലയാണ്. അതിന്റെ കിഴക്ക് ഭാഗത്തെ മീസാങ്കല്ലുകളിലൊന്ന് എന്റെ കെട്ടിയോന്റെതാ. അതിനടുത്തുള്ള വേറൊന്ന് എന്റെ മോളുടെയും. അവരെ കുഴിച്ചിട്ടെടുത്ത് വല്ലപ്പോഴും ഒന്ന് പോയി നോക്കണം. കുറുക്കനും കഴുകനും അവരുടെ ശവശരീരങ്ങൾ വലിച്ചു പുറത്തിട്ടിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തണം. മാസ്റ്റർജി, പോകട്ടെ മാസ്റ്റർജി. തോളിൽ കൈയിട്ട് നിറഞ്ഞ ഒട്ടേറെ സുഹൃത്തുക്കളുണ്ട് ഇവിടെ. അവരോടെല്ലാം പറയണം സാദിഖ് നാടിനെ വഞ്ചിച്ചു പോയെന്ന്. സാദിഖ്, പിന്നീട് ഒരിക്കൽ കൂടി ലാഹോറിലേക്ക് പോകുന്ന ആ വണ്ടിയിൽ ഒരാളെ കൂടി യാത്രയാക്കാൻ എനിക്ക് പോകേണ്ടി വന്നു. നസീബേ, എന്റെ നസീബേ. ആരാത്? നസീബേ, ഞാനാ. എന്നോടാരും മിണ്ടണ്ട. അതെന്താ? എന്നോടാരും മിണ്ടണ്ടെന്ന് പറഞ്ഞില്ലേ? പിണങ്ങിയല്ലോ അപ്പോഴേക്കും. എവിടെയായിരുന്നു ഇതുവരെ? അത് പിന്നെ ഞാനേ ട്രെയിൻ വരാൻ വൈകി, അതുകൊണ്ട് ഡ്യൂട്ടി അങ്ങോട്ട് നീണ്ടുപോയി. ഇത്ര നുണകളൊന്നും ഇവിടെ ചെലവാവില്ല. 4 മണിക്ക് കാപ്പിയോയി ഞാൻ സ്റ്റേഷനിൽ വന്ന കാര്യമൊന്നും ആരും പറഞ്ഞില്ലേ? അത് ഞാൻ അതിനിടെ ആ കവല വരെ ഒന്ന് പോയിരുന്നു. കണ്ടോ, നാവിടുത്ത കളവേ പറയൂ. ഉള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ ഞാൻ ആര്? അല്ലേ, എവിടെന്നോ വലിഞ്ഞു കയറി വന്ന. തുടങ്ങി. ഞാൻ പറഞ്ഞിട്ടില്ലേ ഇത്തരത്തിൽ സംസാരിക്കരുതെന്ന്. അത് പോട്ടെ. ഇത് കണ്ടോ, നിനക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്കൊന്നും വേണ്ട. ശരി, വേണ്ടെങ്കിൽ വേണ്ട, കളഞ്ഞേക്കാം.
അതെന്തിനാ കളയുന്നത്? ആർക്കും വേണ്ടെങ്കിൽ പിന്നെ കളഞ്ഞാലെന്താ? ആർക്കും വേണ്ടാന്ന് ആരാ പറഞ്ഞ? അമ്പടി കള്ളി. മാസ്റ്റർജിക്ക് ഞാൻ ചായ എടുത്തോണ്ട് വരാം. തണുത്ത് കാണും. എനിക്ക് ചായയും കാപ്പിയും ഒന്നും വേണ്ട. എന്താ വേണ്ടാത്തത്? വയറ്റിൽ ഇനി സ്ഥലമില്ല. സ്ഥലം എന്താ? ആർക്കെങ്കിലും പാട്ടത്തിന് കൊടുത്തോ? അങ്ങോട്ട് ഇറങ്ങി ചെല്ലണ്ടേ? എന്താ കുടലിൽ വല്ല കോർക്കും അടിച്ചു കയറ്റിട്ടുണ്ടോ? ഉണ്ടെങ്കിലേ ചായ കുടിക്കുമ്പോ അതങ്ങോട്ട് പോയിക്കോളൂ. നസീബ വന്നതിൽ പിന്നെ ഞാൻ വല്ലാതെ തടിച്ചു എന്നാ സ്റ്റേഷനിൽ എല്ലാരും പറയുന്നത്. മാസ്റ്റർജി തടിച്ചാൽ സ്റ്റേഷനിലുള്ളവർക്ക് എന്താ? സ്റ്റേഷനിലുള്ളവര് മറ്റൊന്നുകൂടി പറഞ്ഞു. എന്താ മാസ്റ്റർജി? നസീബ വന്നിട്ട് ഇത്രയും കാലായില്ലേ, നിനക്ക് ഒരു ജീവിതം വേണ്ടേ? മാസ്റ്റർജി, ഞാൻ ജീവിച്ചു തുടങ്ങിയത് ഇപ്പോഴാണ്. ഇതിനേക്കാൾ നല്ലൊരു ജീവിതം സ്വപ്നം കാണാൻ പോലും എനിക്കാവില്ല. മാസ്റ്റർജിയെ പരിചരിച്ച് ഇങ്ങനെ ഞാൻ കഴിഞ്ഞോളാം. അത് പോരെ നസീബ, നിന്റെ നിക്കാഹിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നത്. വേണ്ട മാസ്റ്റർജി, വീണ്ടും ഒരു പരീക്ഷണത്തിന് ഞാനില്ല. നിന്നെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിക്കണം. അങ്ങനെ ചെയ്താ മാസ്റ്റർജിക്ക് സന്തോഷമായി കഴിയാനാവോ? കഴിയുമായിരിക്കും. കഴിയോ? കഴിയാതെ പറ്റുമോ? കഴിയോ എന്നാണ് എന്റെ ചോദ്യം. ഇല്ല ഇല്ല നസീബ, എനിക്ക് കഴിയില്ല. എന്നിട്ടും മാസ്റ്റർജി എന്നെ ഒരു നിക്കാഹിന് നിർബന്ധിക്കുന്ന എന്തിനാ? നിന്നെ നിക്കാഹ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും വന്നാൽ? ആര് വരാനാണ് മാസ്റ്റർജി? വിഭജനത്തിൽ തകർന്നുപോയ ഈ ജീവിതത്തെ ഏറ്റെടുക്കാൻ ആര് വരുമെന്നാണ് മാസ്റ്റർജി കരുതുന്നത്? എന്നാലും മാസ്റ്റർജി എന്നെ ഭാര്യയായി സ്വീകരിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. എങ്കിലും ഒരുമിച്ചല്ലാതെ ഇനി ഒരു ജീവിതം എനിക്ക് വേണ്ട. ഞാൻ മാസ്റ്റർജിയെ പരിചരിച്ച് ഇങ്ങനെ കഴിഞ്ഞോളാം. ഒരുമിച്ച് കഴിയണമെങ്കിൽ ഭാര്യയായി തന്നെ വേണം. അത് കൂടെയുള്ള മുസ്ലിം സ്ത്രീയെ വിട്ടുകെട്ടണമെന്നാവശ്യപ്പെട്ട് കുറെ ദുഷ്ടമൃഗങ്ങൾ ഈ പരിസരങ്ങളിലുണ്ട്. ആർക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. ആർഭാടവും അലങ്കാരവും ഇല്ലാതെ, ബന്ധുക്കളും വാദ്യഘോഷവും ഇല്ലാതെ നിന്നെ ഞാൻ എൻ്റെ വധുവായി സ്വീകരിക്കുകയാണ്. എനിക്ക് കിട്ടിയ സ്വാതന്ത്ര്യം നീയാണ് നസീബ. മാസ്റ്റർജി, സന്തോഷത്തിൻ്റെ നാളുകൾ. പക്ഷേ ഒന്നും നീണ്ടു നിന്നില്ല. ദുരന്തങ്ങൾ എന്നെ കാത്തു നിൽക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം മോളെ സുൽത്താനാ? അവൾ ഇവിടെ ഇല്ല. ഇവിടെ ഇല്ലെന്നോ? കുറച്ചു നേരത്തെ ഇവിടെ അച്ഛൻ്റെ കൂടെ ആയിരുന്നല്ലോ. വെള്ളം എടുത്ത് വരുമ്പോഴേക്കും അവൾ ഇവിടെ പോയി. അവളെ അപ്പുറത്തെ കൃഷ്ണ എടുത്തുകൊണ്ട് പോയി. അത് കഷ്ടായിപ്പോയി. ഇനിയിപ്പോ തിരിച്ചു കൊണ്ടുവരിക വൈകിട്ടായിരിക്കില്ലേ? അയൽക്കാർ വന്ന് സന്തോഷത്തോടെ മോളെ എടുത്തുകൊണ്ട് പോകുമ്പോ കൊണ്ടുപോകണ്ടെന്ന് പറയാൻ കഴിയുമോ? ഇനിയിപ്പോ വൈകുന്നേരം വരെ എന്താ ചെയ്യാ? വൈകുന്നേരം വരെ നമുക്കങ്ങനെ കണ്ണിൽ നോക്കിയിരിക്കാം. അല്ലാതെ പട്ടാ പകലാണോ ശൃംഗാരം? ദേ കാപ്പി റെഡി. ആരാത്? കയറി വരൂ, ഇരിക്കൂ. ആരാ മനസ്സിലായില്ല? ഞാൻ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് വരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. എന്താ ഇപ്പോ? നസീബ എന്നൊരു സ്ത്രീ ഉണ്ട്, അവൾ എൻ്റെ ഭാര്യയാണ്. ഓ മൈ ഗോഡ്. എന്താ, എന്തു പറ്റി? ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ താങ്കളെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമായ ഒന്നായിരിക്കും. ഐ ആം സോ സോറി. കാര്യം തെളിച്ചു പറയൂ. വിഭജന കാലഘട്ടത്തിലെ അനിഷ്ട സംഭവങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു കരാറുണ്ടാക്കിയിട്ടുണ്ട്. എന്ത് കരാർ? ഈ കരാറിലെ പ്രധാന വ്യവസ്ഥ വിഭജന കാലഘട്ടത്തിൽ തട്ടിക്കൊണ്ടുപോയി അടിമകളാക്കി വിറ്റ സ്ത്രീകളെ കണ്ടുപിടിച്ച് അവരുടെ യഥാർത്ഥ ബന്ധുക്കളെ ഏൽപ്പിക്കുക എന്നതാണ്. ഇവളെ ഞാൻ അടിമയാക്കി വാങ്ങിയതാണെന്ന് ആരാ പറഞ്ഞത്? നിങ്ങളുടെ മച്ചനൻ കുൽജിത്ത്. എൻ്റെ സ്വത്ത് മോഹിച്ച് നടക്കുന്ന അവൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ദുഷ്ടൻ. ആട്ടെ, സത്യം പറയൂ, നിങ്ങൾ നസീബയെ പണം കൊടുത്ത് വാങ്ങിയതല്ലേ? അതെ, പക്ഷെ ഇന്ന് അവൾ എൻ്റെ ഭാര്യയാണ്. ഞങ്ങൾക്ക് 1.5 വയസ്സുള്ളൊരു പെൺകുട്ടിയുണ്ട്. നിങ്ങൾ പണം കൊടുത്താണ് നസീബയെ സ്വന്തമാക്കിയതെങ്കിൽ ഐ ആം സോറി, നസീബയെ പാകിസ്ഥാനിലേക്ക് അയക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലേ, നസീബ എൻ്റെ ഭാര്യയാണ്. ക്ഷമിക്കണം, തട്ടിയെടുത്ത് വിൽക്കപ്പെട്ട സ്ത്രീകൾ വിവാഹിതരാണെങ്കിലും അവരെ തിരിച്ച് ബന്ധുക്കളുടെ അടുത്ത് എത്തിക്കണമെന്നാണ് കരാർ. അപ്പോ നിങ്ങൾ എൻ്റെ നസീബയെ കൊണ്ടുപോകും അല്ലേ? ഇല്ല, നിങ്ങൾക്ക് അവളെ ഞാൻ വിട്ടുതരില്ല, തീർച്ച. എന്താ മാസ്റ്റർജി, എന്തു പറ്റി? സർ, എന്നെ രക്ഷിക്കണം.
ഞാൻ നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും തരാം. പറയൂ, എന്താണ്ടായേ? ഒന്നുമില്ല നസീബ. എന്താണെങ്കിലും എന്നോട് പറയൂ മാസ്റ്റർജി. ആരാണ് ഇദ്ദേഹം? നസീബ, നിന്നെ നിന്റെ ബന്ധുക്കളുടെ അടുത്ത് കൊണ്ടുപോകാൻ അദ്ദേഹം വന്നിരിക്കുന്നത്. ബന്ധുക്കളോ? എനിക്കാരാ ബന്ധുക്കൾ? എന്റെ മാസ്റ്റർജി മോളും അല്ലാതെ. 2 സ്വതന്ത്ര രാജ്യങ്ങൾ ഉണ്ടാക്കിയ കരാറാണ് പോലും. മനുഷ്യരെ സ്വതന്ത്രരായി ജീവിക്കാൻ അനുവദിക്കില്ല. നാശം. നസീബ, നിന്നെ പാകിസ്ഥാനിലുള്ള എന്റെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. നീ അങ്ങോട്ട് പോകണം പോലും. ഇല്ല, ഞാൻ പോവില്ല. എനിക്ക് എന്റെ മാസ്റ്റർജി മോളും മതി. മറ്റൊരു ബന്ധുവും എനിക്കില്ല. മാസ്റ്റർജി, എന്നെ ആർക്കും വിട്ടുകൊടുക്കരുത്. നമ്മൾ ജീവിച്ചു തുടങ്ങിയതല്ലേ ഉള്ളൂ. എന്നെ കൊണ്ടുപോകരുത് മാസ്റ്റർജി. എന്നെ ആർക്കും വിട്ടുകൊടുക്കല്ലേ. സോറി, ഈ വരുന്ന 20-നകം ഞങ്ങൾക്ക് ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യണം. ഞാൻ വരട്ടെ. ഒടുവിൽ ആ ദിവസവും വന്നു. എൻ്റെ എല്ലാ ശ്രമങ്ങളും പാഴായി. എൻ്റെ അപേക്ഷകൾ 2 രാജ്യങ്ങളും പ്രതികാര ബുദ്ധിയോടെന്ന പോലെ തള്ളിക്കളഞ്ഞു. എന്നിട്ടും ഞാൻ പ്രതീക്ഷ കൈവിട്ടില്ല. നസീബ പാകിസ്ഥാനിൽ എത്തിപ്പെട്ടാലും എനിക്കവളെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷ എവിടെയോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാനൊന്ന് സ്റ്റേഷൻ വരെ പോയത് തന്നെ. മാസ്റ്റർജി, ഞാൻ പോവില്ല. എന്നെ കൊണ്ടുപോവാൻ സമ്മതിക്കരുത്. നസീബ, ഞാൻ പറയുന്നത് കേൾക്കൂ. നീ പോയാലും ഞാൻ അവിടെ വന്ന് നിന്നെ തിരിച്ചു കൊണ്ടുവരും. സർക്കാരുകൾ കനിയാതിരിക്കില്ല. തൽക്കാലം നിയമത്തിന് വഴങ്ങൂ ബീഗം. ഇതുപോലെ ഏതെങ്കിലും നിയമം നിങ്ങളെ തുണയ്ക്കാനെത്തും. വിശ്വസിക്കൂ. ഇല്ല, ഞാൻ വരില്ല. ഒരാളെയും വിശ്വസിക്കാൻ പറ്റില്ല മാസ്റ്റർജി. സർ, എന്നാൽ നസീബയുടെ കൂടെ ഞാനും വന്നോട്ടെ സർ. ഇല്ല മിസ്റ്റർ ചാൻ സിംഗ്, നിയമത്തിലോ കരാറിലോ അത്തരം വ്യവസ്ഥകളില്ലല്ലോ. എങ്കിൽ നസീബ, നീ തൽക്കാലം എന്നെ കൈവിടിഞ്ഞു. നിന്നെ ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുവരും നസീബ. അപ്പോ നമ്മുടെ മോൾ മകളെ കാണാതെ നിനക്ക് പറ്റില്ലല്ലോ. മകളെ നീ കൊണ്ടുപോയിക്കൊള്ളൂ. സോറി മിസ്റ്റർ ചാനി സിംഗ്, കുഞ്ഞിനെ കൊണ്ടുപോകാനാവില്ല. ഞാൻ പറഞ്ഞില്ലേ കരാറിനെ കുറിച്ച്. നസീബയെ മാത്രം കൊണ്ടുപോകാനാ ഉത്തരവ്. നിങ്ങൾ ആർക്ക് വേണ്ടിയായി നിയമവും കരാറും ഉണ്ടാക്കുന്നത്? ഐ ആം ഹെൽപ്ലെസ് മിസ്റ്റർ ചാനി സിംഗ്. നസീബ, വണ്ടിയിലേക്ക് കയറാനല്ലേ പറഞ്ഞത്? നസീബ, ഞാൻ വരും. എന്റെ മോളെ ശരിക്കും നോക്കിക്കൊള്ളണം. നസീബ, എന്നെ വിശ്വസിക്കൂ. ഞാൻ പാകിസ്ഥാനിൽ വന്ന് നിന്നെ തിരിച്ചു കൊണ്ടുവരും. തീർച്ച. മാസ്റ്റർജി. നസീബ, മോളെ. നസീബ. चले बाबला ले चले वे मनु रख ला. അവള് പോയി. ഏട്ടും പൊട്ടും തിരിയാത്ത സുൽത്താനയെ, ഈ കാണുന്ന തൻവീറിന്റെ അമ്മയെ എന്നെ ഏൽപ്പിച്ചിട്ട് അവള് പോയി. മാസ്റ്റർജി നിയമപരമായി ഒന്നും ചെയ്തില്ലേ? ഒന്നും ചെയ്തില്ലെന്ന്. എന്ത് ചെയ്തിട്ടെന്താ? കണ്ണില്ലാത്ത നിയമം എന്നെ തുണച്ചില്ല. എൻ്റെ എത്ര വർഷങ്ങളാണ് സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ ഹോമിക്കപ്പെട്ടത്. എന്തിന്? പാകിസ്ഥാൻ വരെ ഒന്ന് പോയി നസീബയെ ഒന്ന് കാണാൻ പോലുമുള്ള എൻ്റെ അപേക്ഷ കൂടി നിരസിക്കപ്പെട്ടു. അതിനുശേഷം അവരെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ? ഇല്ല. എന്നെയും ഇവളുടെ അമ്മയെയും ഓർത്ത് കരഞ്ഞു തീർന്നിട്ടുണ്ടാകും ആ ജന്മം. വാക്കു കൊടുത്ത പോലെ എപ്പോഴെങ്കിലും മാസ്റ്റർജി അവിടെ എത്തുമെന്ന് കരുതി കാത്തിരിക്കുന്നുണ്ടാവും. ഈ പറഞ്ഞ ദുരന്തങ്ങളൊക്കെ താങ്ങാൻ മാസ്റ്റർജിക്ക് എങ്ങനെ കഴിഞ്ഞു എന്നാണ് എൻ്റെ സംശയം. ഞാൻ പറഞ്ഞില്ലേ, ദുരന്തങ്ങൾ വീണ്ടും എന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ആരെ കരുതിയാണോ ഞാൻ ആത്മഹത്യക്ക് മുതിരാതിരുന്നത്, അവൾ എൻ്റെ മകൾ സുൽത്താനയും എന്നെ കൈവിട്ടുപോയി.
എത്ര വർഷം കഴിഞ്ഞാണ് അവൾക്കൊരു വിവാഹാലോചന തന്നെ വന്നത്. എല്ലാവരും ഒഴിഞ്ഞു മാറുകയായിരുന്നു. സിഖുകാരൻ്റെയും മുസ്ലിമിൻ്റെയും സന്തതിയായിരുന്നല്ലോ അവൾ. അവസാനം ഒരു യുവാവ് വന്നു. പഞ്ചാബ് പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ മനോരഞ്ജൻ. തീവ്രവാദികൾക്കെതിരെ പോരാടിയെന്നതിന് ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ട മനോരഞ്ജൻ പിന്നീട് ഒരു ദിവസം ബോംബ് സ്ഫോടനത്തിൽ അവൻ മരണമടഞ്ഞു. സ്വന്തം കാറിൽ ഭർത്താവിനോടൊപ്പം മാർക്കറ്റിൽ പോയ എൻ്റെ മകൾ സുൽത്താനയും ആ സ്ഫോടനത്തിൽ എൻ്റെ കൊച്ചുമോൾ തൻവീറിനെ എന്നെ ഏൽപ്പിച്ചിട്ട് അവർ പോയി. അന്ന് ഇവൾക്ക് 6 വയസ്സ്. ഇവളെ ഉപേക്ഷിച്ച് എനിക്ക് ആത്മഹത്യ ചെയ്യാനാകുമോ? ഇതിൽ പരം എന്ത് ദുരന്തമായി ഇനിയും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്? വിഭജനത്തിൻ്റെ ദുരന്തങ്ങൾ ഇത്രയേറെ ഏറ്റുവാങ്ങിയ മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്നെപ്പോലെ എത്രയോ ലക്ഷം പേർ. നിങ്ങൾ ഈ തലമുറയിൽപ്പെട്ടവർക്കെല്ലാം അപരിചിതമായ വേദനാപൂർണമായ അനുഭവങ്ങളുമായി എത്രയോ പേർ. കൊല്ലപ്പെട്ടവർ എത്ര ഭാഗ്യവാന്മാർ എന്നാണ് പറയേണ്ടത്. മാസ്റ്റർജി, മറ്റൊരു കാര്യം കൂടി പറയാനാണ് ഞാൻ വന്നത്. മുഖവുരയില്ലാതെ കാര്യങ്ങൾ പറയുന്നതാ എനിക്കിഷ്ടം. ഞങ്ങൾ യുവാക്കൾ ഒരു സംഘടനയുണ്ട്. സ്വാതന്ത്ര്യത്തിൻ്റെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് പഴയ തീവണ്ടി യാത്രകളുടെ കൊടും പാതകങ്ങൾ മായ്ച്ചു കളയാനായി പാകിസ്ഥാനിലേക്ക് ഒരു തീവണ്ടി യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നൊരു യൂത്ത് മൂവ്മെന്റ് ഇതേപോലെ ഇന്ത്യയിലേക്കും തീവണ്ടിയിൽ വരും. കേന്ദ്ര ഗവൺമെന്റ് ഈ പ്രപ്പോസൽ അംഗീകരിച്ചിട്ടുണ്ട് അപ്പൂപ്പ? യുവാക്കൾ മാത്രം അടങ്ങുന്ന ഈ ട്രെയിൻ യാത്രയിൽ ഞങ്ങളുടെ കോളേജിൽ നിന്ന് തൻവീറിനെ കൂടി ഉൾപ്പെടുത്തണമെന്ന്. സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാം. ലക്ഷങ്ങൾ മരിച്ചു വീണ വിഭജനപാതകളിലൂടെ വിഭജനത്തിന്റെ 50-ാം വാർഷികം ആഘോഷിക്കാനാണോ നിങ്ങളുടെ പുറപ്പാട്? കൊല്ലപ്പെടുന്നത് എന്തിനാണെന്ന് പോലും അറിയാതെ മരിച്ചു വീണവരെ ബഹുമാനിച്ചില്ലെങ്കിലും അവഹേളിക്കരുത് കുട്ടികളെ, അവഹേളിക്കരുത്. അപ്പൂപ്പൻ വിചാരിക്കുന്നത് പോലെ അല്ല ഇത്. നീ ഒന്നും പറയണ്ട. വിഭജനത്തിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാ ഞാൻ. എന്നോട് മതവും രാഷ്ട്രീയവും കൊണ്ട് അന്ധമായിരുന്ന ആ കാലഘട്ടത്തെ തിരുത്താനുള്ള നല്ലൊരു അവസരമല്ലേ അപ്പൂപ്പ ഇത്? വിഭജന പാതകളിലൂടെ ഉല്ലാസയാത്ര നടത്താനല്ല ഞങ്ങളുടെ പരിപാടി. മാസ്റ്റർജി പറഞ്ഞില്ലേ, പുഴുക്കളെപ്പോലെ മരിച്ചു വീണ മനുഷ്യലക്ഷങ്ങളെക്കുറിച്ച്. അവർക്ക് ഉപചാരം അർപ്പിച്ചുകൊണ്ടുള്ളതായിരിക്കും ഈ തീവണ്ടി യാത്ര. ഇനി പറയൂ അപ്പൂപ്പ, തെറ്റുകൾ വൈകിയാണെങ്കിലും തിരുത്തേണ്ടതല്ലേ? സത്ലജും സിന്ധുവും ചെനാബും ഝലവുമൊക്കെ ഇനിയും രക്തപ്പുഴകളാകേണ്ടതുണ്ടോ? സൗഹൃദത്തിന്റെ, സാഹോദര്യത്തിന്റെ വണ്ടികളിലാണ് ഞങ്ങളുടെ യാത്ര. മാസ്റ്റർജി, അങ്ങ് ഞങ്ങൾ അനുഗ്രഹിക്കണം. മക്കൾ പറഞ്ഞത് ശരിയാ. തലയില്ലാത്ത ഒട്ടേറെ മനുഷ്യജടങ്ങളെ കണ്ടിട്ടും കണ്ണു പൊട്ടിപ്പോകാത്ത ഈ കിളവന്റെ മനസ്സിൽ പക്ഷേ ഇരുട്ടാണ് മക്കളെ. നിങ്ങൾ പറഞ്ഞതാ ശരി. പഴയ പോലെ തീവണ്ടികൾ ലാഹോറിൽ നിന്ന് അമൃത്സറിലേക്കും അമൃതസറിൽ നിന്ന് ലാഹോറിലേക്കും പോകണം. പകയുടെയും വിദ്വേഷത്തിന്റെയും പാളങ്ങളിലൂടെ ആയിരിക്കരുത് യാത്ര എന്ന് മാത്രം. എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. അപ്പോൾ തൻവീറിനെ കൂടി സംഘത്തിൽ ഉൾപ്പെടുത്താമല്ലോ? തീർച്ചയായും അവൾ ഈ സംഘത്തിൽ ഉണ്ടാവണം. ഞങ്ങൾക്ക് സന്തോഷമായി മാസ്റ്റർജി. മറ്റൊരാവശ്യം കൂടി മാസ്റ്റർജി നടത്തി തരണം. മുഖവുര വേണ്ടെന്ന് പറഞ്ഞതല്ലേ ജഗജീവ്? 15-ാം തീയതിയാണ് യാത്രയുടെ ഉദ്ഘാടനം. ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ വെറും ഫ്ലാഗ് ഓഫ്. അത് നിർവഹിക്കേണ്ടത് മാസ്റ്റർജി ആയിരിക്കണമെന്ന് എല്ലാവർക്കും നിർബന്ധം. ഈ ഞാനോ? ഇതൊക്കെ ചെയ്യാൻ നാട്ടിലെത്ര മന്ത്രിമാരിയിരിക്കുന്നു? വിഭജനത്തിന്റെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയ ഒരാൾ തന്നെയാകണം കൊടി വീശി ഈ വണ്ടിയെ യാത്രയാക്കേണ്ടത് എന്നാ തീരുമാനം. ഒട്ടേറെ വണ്ടികൾക്ക് പച്ചക്കൊടി കാണിച്ചവനാ ഞാൻ. ഒരിക്കൽ കൂടി ആകാം അല്ലേ? ശരി, സമ്മതിച്ചിരിക്കുന്നു. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. അപ്പൂപ്പ, കൊടി വീശാൻ പറയുമ്പോ വീശിക്കൊണ്ടും കേട്ടോ. മോളെന്നാ ഇനി തിരിച്ചു വരിക? ഒരാഴ്ചക്കകം. ദാ ചാനി സിംഗിന്റെ മുഖം വാടിയല്ലോ.
ഒരാഴ്ച ഇതാന്ന് പറയുമ്പോഴേക്കും തീരില്ലേ? അതല്ല മോളെ, പിന്നെ മോളുടെ ഈ വണ്ടി സിയാൽകോട്ട് വഴിയാണോ പോവുക? സിയാൽക്കോട്ടും കവർ ചെയ്യും. സിയാൽകോട്ട് വഴി പോകുമ്പോ മോള് ജനലിൽ കൂടെ ശ്രദ്ധിച്ചു നോക്കണം. എന്താണ് അപ്പൂപ്പ? നെറ്റിയുടെ ഇടതുഭാഗത്ത് വലിയൊരു മറുകുള്ള വല്ല പ്രായമുള്ള സ്ത്രീയെയും കാണാനിട വരുമ്പോ മോള് നസീബ മുത്തശ്ശീന്ന് വിളിച്ചു കൂവണം. തിരിച്ച് വല്ല പ്രതികരണവും ഉണ്ടെങ്കിൽ അതായിരിക്കും നിന്റെ മുത്തശ്ശി. അപ്പൂപ്പ അരുത്, കരയരുത്. മാസ്റ്റർജി കൊടി കാണിച്ചോളൂ. ശരി ജഗജീവ്. മാസ്റ്റർജിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ എന്ത് പറയാൻ? ചോരയൊത്തിരി ഒഴുകിയ വഴികളിലൂടെയാ നിങ്ങളുടെ യാത്ര. അന്യമതസ്ഥരോടുള്ള പകയും പ്രതികാര ബുദ്ധിയുമാ ആ വഴികളിൽ ചോര പടർത്തിയത്. മതവും രാഷ്ട്രീയവും ദൈവം തീർത്തിയ അതിർത്തികൾ കാണുമ്പോ അറച്ചു നിന്നു പോകരുത് നിങ്ങളുടെ വണ്ടി. ഇത് മാത്രമേ ഈ കിഴവന് പറയാനുള്ളൂ. ടെൻ ഡൗൺ എക്സ്പ്രസ് കൊച്ചി നിലയം അവതരിപ്പിച്ച നാടകം സമാപിക്കുന്നു. നാടകരചന ചെറുന്നിയൂർ ജയപ്രസാദ്.